ഏറെ സങ്കടത്തോടെയാണ് ചൈനയിൽ നിന്നുള്ള മടക്കയാത്രയ്ക്ക് തയ്യാറായത്. ഇനിയും എത്രയോ കാണാനുണ്ട് ഇവിടെ. അലാറം വെച്ചാണ് ഇന്നലെ കിടന്നത്. പുലർച്ചെ പുറപ്പെടണം. താമസിച്ച ഹോട്ടലിന്റെ മാനേജരോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. ചൈനയുടെ വികസനത്തിന് നാഴികക്കല്ലുകളാണ് അവിടുത്തെ ഗതാഗത സംവിധാനം. മെച്ചപ്പെട്ട റോഡ് നെറ്റ്വർക്കാണ് പ്രധാനം. പെട്രോളും ഡീസലും ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇവിടെ കുറഞ്ഞു വരികയാണ്. വൈദ്യുതി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് എങ്ങും ഞങ്ങൾ കണ്ടത്. എയർപോർട്ടിലേക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. എത്ര സുന്ദരമാണ് എയർപോർട്ടിനകം കാണാൻ. തികച്ചും ആധുനികവും സുന്ദരവുമാണ് ഇവിടുത്തെ നിർമ്മിതികൾ. രാജ്യത്തിന്റെ മുഖമുദ്ര തന്നെ എല്ലായിടത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എയർപോർട്ടിനകത്തും രാജ്യത്തിന്റെ ചിഹ്നമുണ്ട്. അതിനടുത്ത് നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു ഞങ്ങൾ. എല്ലാം ഭംഗിയായി നടന്നു. എന്നാൽ ഇടയ്ക്കൊരു അബദ്ധം പറ്റി. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ബോർഡിംഗ് പാസ് എവിടെയോ വീണുപോയിരിക്കുന്നു. പെട്ടെന്നൊന്ന് പരിഭ്രമിച്ചു. എല്ലാവരും അപ്പുറത്തെത്തിയല്ലോ. വിവേകിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ കൊണ്ട് വേറെ പാസ് കിട്ടി. വിവേക് ഒരു ജീവനക്കാരിയോട് കാര്യങ്ങൾ വിശദീകരിച്ചത് കണ്ടപ്പോൾ കൗതുകം തോന്നി. വിവേക് ഫോണിൽ ഇംഗ്ലീഷിൽ വോയിസ് അവർക്ക് കാണിച്ചു കൊടുക്കും. അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം കേട്ടോ. അവർ അവരുടെ മൊബൈലിൽ ചൈനീസ് ഭാഷയിൽ വോയിസ് കാണിക്കും. അത് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. അങ്ങനെ നടത്തിയ കമ്മ്യൂണിക്കേഷൻ അവസാനം അവർ മറ്റൊരാളെ കൂടെ വിട്ടു തന്നു. അവരുടെ കൂടെ പോയതിനാൽ കാര്യങ്ങൾ എളുപ്പമായി. കൗണ്ടറിൽ വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് വേറെ പാസ് കിട്ടി. ചൈനീസ് മര്യാദയ്ക്കൊരു ബിഗ് സല്യൂട്ട്. പ്രഭാത ഭക്ഷണം ഏജൻസി തന്നെ തന്നു വിട്ടിരുന്നു. അതിവിശാലമായ വിമാനത്താവളത്തിൽ വെച്ച് ഞങ്ങൾ അത് കഴിച്ചു. (2025) എതിരേൽക്കാനായി സുന്ദരമായ ഒരു ശില്പം അവിടെ കണ്ടു. 10:30-ക്കാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. ബീജിംഗിൽ നിന്ന് കയറിയ മലേഷ്യ വിമാനത്തിൽ നിന്ന് ഉച്ചഭക്ഷണം കിട്ടിയ സൂപ്പർ. ബീജിംഗിൽ നിന്ന് കോലാലംപൂരിലേക്ക് 6.5 മണിക്കൂർ യാത്രയുണ്ട്. ബോറടി മാറ്റാൻ സീറ്റിന് മുന്നിലെ സ്ക്രീനിൽ കിഷ്കിന്ത കാണ്ഡം ഒന്നുകൂടി കണ്ടു. മലയാളത്തിൻ്റെതായി ആകെ ഇതിലുള്ളത് അത് മാത്രമാണ് കേട്ടോ. കോലാലംപൂരിൽ 4 മണിക്കൂർ കാത്തിരുന്നു. 10 മണിക്കാണ് കൊച്ചിക്കുള്ള വിമാനം. എയർപോർട്ട് ആകെ ചുറ്റി നടന്ന് നേരം പോക്കി. പലരുടെയും ബാഗുകളിൽ ഉണ്ടായിരുന്ന പലഹാരങ്ങളൊക്കെ ഈ സമയം കൊണ്ട് തിന്നു തീർത്തു. അതാ പുറത്തൊരു വെള്ളച്ചാട്ടം. കോലാലംപൂർ വിമാനത്താവളം അത്ഭുതങ്ങളുടെ കലവറയാണല്ലോ. ഒരുപാട് രാജ്യങ്ങളിലേക്കുള്ള ഇടത്താവളമായ കോലാലംപൂർ മികച്ച സൗകര്യങ്ങളുള്ള ഒരു വിമാനത്താവളം തന്നെയാണ്. നമ്മുടെ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം സമ്പൂർണമായി ഡിജിറ്റലാക്കി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. അതിന്റെ പോസ്റ്ററൊക്കെ അവിടെ കണ്ടു. അങ്കമാലിയിൽ നിന്ന് തീവണ്ടി വഴി പിറ്റേന്ന് രാവിലെ 7 മണിക്ക് വീട്ടിലെത്തി. നല്ലൊരു ടീമിന്റെ കൂടെ യാത്ര ചെയ്തതിന്റെ സന്തോഷത്തോടെ ആയിരുന്നു മടക്കം. യാത്ര ഒട്ടും ബോറായിരുന്നില്ല. മികച്ച ഗായകരും കവികളും കലാകാരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിൽ. ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒത്തൊരുമയോടെ ഒരു കുടുംബം പോലെ ആടിയും പാടിയും കഴിഞ്ഞ നാളുകൾ എന്നും മനസ്സിൽ മധുരിക്കുന്ന ഓർമ്മകളോടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ചൈനയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ വീണ്ടും ഒരു യാത്ര കൂടി വേണ്ടിവരും. ഗുഡ് ബൈ റെഡ് ചൈന. ഒരേ മനസ്സായി ഒരേ വപുസ്സായി ആഹ്ലാദിക്കുക നാം. കാലം മാറും പ്രായം പോകും ആഹ്ലാദിക്കുക നാം. ഒരേ മനസ്സായി ഒരേ വപുസ്സായി ആഹ്ലാദിക്കുക നാം. കാലം മാറും പ്രായം പോകും ആഹ്ലാദിക്കുക നാം.